അപ്പോൾ ഇത്തരത്തിൽ സക്സസ് ആവുന്ന ഒരു പ്രോജക്റ്റിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കതൊരു ലൈഫ് ടൈം വരുമാനമാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഈ ടോക്കൺ ഫ്രീ ആയിട്ട് ഏൺ ചെയ്യാം, നമുക്ക് ഈ ടോക്കൺ ബിനാൻസിൽ മേടിച്ചു വെക്കാം, അതുപോലെ തന്നെ നമുക്ക് പ്രീസെയിൽ മേടിച്ചു വെക്കാം. അനവധി ഓപ്ഷൻസ് ആണ് ഒരു ടോക്കണിൽ നമുക്ക് കിട്ടുന്നത്. ഇതെന്ന് വെച്ചാൽ ഇതുവരെ ഒരു സ്കാം റിസൾട്ടും ഇതിന് ഫൗണ്ട് ചെയ്തിട്ടില്ല. മൈനിങ് നമുക്ക് ഇന്ന് ഏതൊരു സാധാരണക്കാരനും ഏതൊരു ഫോണിലും വളരെ സിമ്പിൾ ആയിട്ട് 2, 3, 4 ക്ലിക്കുകൾ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് കോംപ്ലിക്കേഷനൊന്നുമില്ല, ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഫ്രീ ആയിട്ട് നമുക്ക് മൈൻ ചെയ്ത് ഇതിന്റെ ടോക്കൺ എടുക്കാം. നമ്മൾ ഇങ്ങനെ നോക്കാം, ബിനാൻസ് സ്പോട്ടിൽ ലിസ്റ്റ് ചെയ്ത ഒരു ടോക്കണും 20 ഇരട്ടിയോ 50 ഇരട്ടിയോ അടിക്കാതെ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഡിവൈസ് ശ്രദ്ധിച്ചില്ലെങ്കിലും ഓട്ടോമാറ്റിക് അവിടെ മൈൻ ആയിക്കൊണ്ടേയിരിക്കും. നമുക്ക് കോയിൻ ഓട്ടോമാറ്റിക്കലി വന്നിരിക്കും. പ്ലസ് അഡീഷണൽ ബെനിഫിറ്റ്, നമ്മൾ മൈൻ ചെയ്യുന്ന ടോക്കണെ നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ കൂടെ പറ്റും. അതായത് ഇപ്പോൾ ഈ ഒരു നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞ പോലെ ടെക്നോളജി യുഗത്തിൽ നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കടന്നു വരാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്, അല്ലേ? ട്രസ്റ്റ് ചെയ്തുകൊണ്ട് കടന്നു വരാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു കാലഘട്ടങ്ങളിൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് ഫിനാൻഷ്യലി സെറ്റാവാൻ കഴിയും? വർഷങ്ങൾക്ക് മുമ്പ് ക്രിപ്റ്റോ വരുന്ന ആ സമയത്ത് പല ആളുകളും ഇതൊക്കെയും സ്കാമാണ്, അല്ലെങ്കിൽ ഒന്നുമില്ല, അതൊക്കെ വെറുതെ ആളുകളെ പറ്റിക്കാനുള്ള പ്രൊജക്റ്റുകളാണ് എന്ന് പറഞ്ഞ് തള്ളിയിരുന്നു. പക്ഷേ അവർ ഇന്ന് ചിന്തിക്കുന്നത്, അന്ന് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിലേക്ക് വന്നിരുന്നെങ്കിൽ ഇന്ന് രക്ഷപ്പെടാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഈ ഒരു കാലഘട്ടങ്ങളിൽ ടെക്നോളജി യുഗത്തിൽ എസ്പെഷ്യലി ട്രേഡിംഗ് മേഖലയിലേക്ക് വരികയാണെങ്കിൽ അതിൽ വലിയ ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് മുമ്പിലേക്ക് എത്തുന്നുണ്ട്. ഇന്ന് ഞാൻ അത്തരത്തിലുള്ള വളരെ യുണീക്കായിട്ടുള്ള, ഇന്ന് മാർക്കറ്റിൽ അധികമാരും അറിയപ്പെടാത്ത, എന്നാൽ നമുക്കറിയാം ബിറ്റ്കോയിൻ പോലെ വരും കാലങ്ങളിൽ ആളുകൾ മൊത്തത്തിൽ അറിഞ്ഞു മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് ആളുകൾ രക്ഷപ്പെടുവാനുള്ള ഒരു മാർഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അത് എന്തെന്നും എങ്ങനെയൊക്കെ അതിൽ നിന്ന് വരുമാനം നേടാമെന്നും പറഞ്ഞു തരാൻ അതിൻ്റെ 2 പ്രൊമോട്ടർമാർ ഇന്ന് നമുക്കൊപ്പം എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം, ശേഷം നമുക്ക് ആ പ്രൊജക്റ്റിൻ്റെ A to Z കാര്യങ്ങൾ മനസ്സിലാക്കാം. ഹായ്, നമസ്കാരം. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഫിനാൻഷ്യലി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഈ ഒരു ലോകത്തെ ടെക്നോളജി യുഗത്തിൽ, അതിന് പര്യാപ്തമായിട്ടുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ നമുക്ക് ഡെയിലി വരുന്നുണ്ട്. അതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടി നിങ്ങളുടെ പ്രൊജക്റ്റിനെ നമുക്ക് പരിചയപ്പെടുത്തണം. അതിൻ്റെ മുമ്പ് നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. എൻ്റെ പേര് അഫ്സൽ, സ്വദേശം തൃശ്ശൂരാണ്. ഞാൻ ഷഫീഖ്, സ്വദേശം കണ്ണൂരാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു മേഖല എന്ന് പറയുന്നത് നമുക്കറിയാം, എസ്പെഷ്യലി നമ്മുടെ ചാനലിലൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല പ്രൊജക്റ്റുകളും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾ നൽകുന്ന പ്രൊജക്റ്റ് ഏതാണ്? തീർച്ചയായിട്ടും നമ്മൾ ഒട്ടനവധി പ്രോജക്റ്റുകൾ മാർക്കറ്റിലുണ്ട്. യെസ്, 100 കണക്കിന് പ്രോജക്റ്റുകൾ മാർക്കറ്റിൽ വരുമ്പോൾ തന്നെ ഏതാണ് സക്സസ് ആവുക, അല്ലെങ്കിൽ ഏതിൽ നിൽക്കണം, ഏത് ചെയ്യണം എന്ന് വരെ കൺഫ്യൂഷനുള്ള രീതിയിലാണ് ഇന്ന് അത്ര മാർക്കറ്റിൻ്റെ കണ്ടീഷൻ പോകുന്നത്. നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് പോസിബിളായ കാര്യമല്ല. കൃത്യമായ നോളജ് ഉണ്ടാവുക, കൃത്യമായ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക, ടെക്നോളജിയെ കുറിച്ച് മനസ്സിലാക്കുക. ഈ പൈസ ഉണ്ടാക്കാൻ ബാക്കിൽ കുറച്ച് പണികളുണ്ട്. അപ്പോൾ നമ്മളായിരുന്നാലും ഇപ്പം എൻ്റെ പ്രൊഫഷൻ വഴി നിൽക്കുന്ന ഞാൻ ട്രേഡിങ്ങിലാണ്. ഇന്ത്യൻ മാർക്കറ്റ്, ദെൻ ക്രിപ്റ്റോ, ഷെയർ മാർക്കറ്റിൽ, ഫോറക്സ് ഓൾസോ. ഇത്തരം കാര്യങ്ങളാണ് എൻ്റെ കയ്യിൽ ഞാൻ ചെയ്തുകൊണ്ട് പോകുന്നത്. ഞാൻ ഗൾഫിലായിരുന്നു, ഏകദേശം 8 വർഷത്തോളം ഗൾഫിലുണ്ടായിരുന്നു. കൊറോണയിൽ ഗൾഫ് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ നാട്ടിൽ ഏകദേശം 5 വർഷം സക്സസ് ആയിട്ട് പോകാൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഞാൻ പഠിച്ചെടുത്ത കുറേ കാര്യങ്ങളുണ്ട്. ഗൾഫിൽ ജോലി ചെയ്യുമ്പോഴും പാർട്ട് ടൈം ആയിട്ട് ട്രേഡിങ്, ക്രിപ്റ്റോ, എനിക്ക് ഓപ്പണായിട്ട് പല പ്രോജക്റ്റുകളിൽ നിന്ന് കിട്ടിയ ഫിഗർ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഞാൻ ഏണിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പ്രോജക്റ്റ് ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ലിറ്റ്മെക്സ് പ്രോട്ടോകോൾ എന്ന് പറയുന്നൊരു കമ്പനിയാണ്. ലിറ്റ്മെക്സ് പ്രോട്ടോകോൾ ലണ്ടൻ ബേസ് ചെയ്തൊരു കമ്പനിയാണ്. നമ്മൾ ഇത്ര നാളും കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്ര നാളും നമ്മൾ മാർക്കറ്റിൽ കണ്ട പ്രോജക്റ്റ് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, 1000 ദിവസം കിട്ടുന്നു, 2000 ദിവസം കിട്ടുന്നു. എവിടെ നിന്നാണ് ഈ കമ്പനികൾ ഇങ്ങനെ പൈസ എടുത്ത് തരുന്നത്? 100% മണി റൊട്ടേഷൻ തന്നെയാണ്. അതല്ലാതെ 1% റിട്ടേൺ കൊടുക്കാൻ കഴിയുന്നില്ല. ഇന്ത്യൻ ഷെയറിൽ 15 ലക്ഷം കോടി, 20 ലക്ഷം കോടി പോലും ആസ്തിയുള്ള കമ്പനിക്ക് പോലും ഇയർലി 30% മേലെ റിട്ടേൺ എടുക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മൾ ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് ചെയ്യുമ്പോൾ റിലയൻസിനാണ് 15 ലക്ഷം കോടി ടേൺ ഓവറുള്ള കമ്പനിയാണ്.
അത് മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്, സോറി മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. അവരെ കഴിഞ്ഞ ഇയർ റിട്ടേൺ 31%, കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ. അപ്പോൾ 3% പോലും മാസം എടുക്കാൻ കഴിയുന്നില്ല. നമ്മളെക്കാൾ കൂടുതൽ ടെക്നോളജി, നമ്മളെക്കാൾ കൂടുതൽ ക്യാപിറ്റൽ ഉള്ള ആളുകൾ പോലും കഴിയുന്നില്ല. ഓക്കെ. സോ നമ്മൾ എങ്ങനെയാണ് ഒരു ക്രിപ്റ്റോ പ്രോജക്റ്റിൽ നിന്ന് മാസം 10, 20, 50% എടുക്കാൻ സാധിക്കാം? ഓക്കെ, നമുക്ക് പിന്നെ സംശയമില്ലാതെ പറയാം മണി റൊട്ടേഷൻ ആണ് എന്നുള്ളത്. റൊട്ടേഷനാണ്. നമ്മൾക്ക് ക്രിപ്റ്റോനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ലാസ്റ്റ് ഒന്ന് അവസാനിക്കുന്ന ബിനാൻസിലാണ്. അതെ, വേൾഡിലെ നമ്പർ 1 എക്സ്ചേഞ്ച്. ഈ വേൾഡിലെ നമ്പർ 1 എക്സ്ചേഞ്ച് ഉൾപ്പെടെ 3 ഇന്റർനാഷണൽ എക്സ്ചേഞ്ചുകളുടെ ഡെക്സിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടാണ് ലിറ്റ്മെക്സ് പ്രോട്ടോകോൾ എന്ന കമ്പനിയുടെ ടോക്കൺ മാർക്കറ്റിൽ ലോഞ്ച് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാൻ തുടക്കത്തിൽ തന്നെ ചോദിക്കട്ടെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞു ബിനാൻസിന്റെ ഡെക്സിൽ ലിസ്റ്റ് ചെയ്തു വന്ന്. ഈ ബിനാൻസിൽ ലിസ്റ്റ് ചെയ്യുന്നതും ബിനാൻസിന്റെ ഡെക്സിൽ ലിസ്റ്റ് ചെയ്യുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ബിനാൻസ് എന്ന് പറയുന്നത് മെമിറഷും ഡെക്സും ഈ പറയുന്ന പോലെ, ഡെക്സ് എന്ന് പറയുന്നത് ബിനാൻസിന്റെ വാലറ്റ് ആണ്. നമ്മളെല്ലാവരും ബിനാൻസ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു എക്സ്ചേഞ്ച് ഉണ്ട്, അതിനകത്തൊരു വാലറ്റ് ഉണ്ട്. ഡെക്സ് എന്ന് പറയുന്നത് വാലറ്റ് ആണ്. ഈ വാലറ്റിൽ തന്നെ നമുക്ക് ഡെക്സും ഒരു ആൽഫയും വരും. അപ്പോൾ ഡെക്സ് ലിസ്റ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞാൽ ആൽഫ ലിസ്റ്റ് ചെയ്യാം, ദെൻ കമ്പനിക്ക് ഒന്നുകിൽ ഫ്യൂച്ചർ ലിസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്പോട്ട് ലിസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, മൈനിങ്, ലെൻഡിങ്, നമുക്ക് മെമിറഷ്, പിന്നെ ഡെക്സ്, ഈ പറഞ്ഞ ആൽഫ, സ്പോട്ട്, ഫ്യൂച്ചർ എല്ലാം കൂടി അടങ്ങുന്ന വലിയൊരു ആപ്ലിക്കേഷനാണ് ബിനാൻസ്. ഓക്കെ ഓക്കെ സാർ മനസ്സിലാക്കണം, ബിനാൻസ് വന്ന സമയങ്ങളിൽ 2017 ബിനാൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അന്ന് ആ പ്രോജക്റ്റ് എടുത്ത് റെഫർ ചെയ്ത് ഒരാളുടെ ഇന്നത്തെ വരുമാനം എന്ന് പറയുന്നത് 3 to 4 BTC ആണ് പെർ ഡേ ഇൻകമാണ്. ഓൾമോസ്റ്റ് 3.5 കോടി 4 കോടി രൂപയാണ് ഒരു ദിവസം ഏൺ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സക്സസ് ആവുന്ന ഒരു പ്രോജക്റ്റിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കതൊരു ലൈഫ് ടൈം വരുമാനമാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും. ആസ് എ റോയൽറ്റി. ഇങ്ങനെയാണ് ബിനാൻസ് ഒക്കെ ഇൻകം കൊടുക്കുന്നത്. പല എക്സ്ചേഞ്ചിൽ ഇൻകം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിനാൻസിൽ ഒരു ടോക്കൺ ലിസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ സാർ ഇങ്ങനെ ഒന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കാം. നമ്മൾ ഒരുപാട് പ്രോജക്റ്റ് നമ്മൾ മാർക്കറ്റിൽ കണ്ടു. എന്തുകൊണ്ട് ഇത്ര നാൾ വന്നിട്ടുള്ള ഒരു ക്രിപ്റ്റോ കമ്പനിയും ഒരു ടയർ 1 എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തിട്ടില്ല? ഓക്കെ, ഒറ്റ റീസൺ ആണ്. ഒരു ടയർ 1 എക്സ്ചേഞ്ചിൽ ഒരു ടോക്കൺ ലിസ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അവരെ ക്ലയൻസിനെ ഹാപ്പി ആക്കാൻ, സാറ്റിസ്ഫൈഡ് ആക്കാൻ ആ കമ്പനി ആ ടോക്കൺ ഓഡിറ്റ് ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ നിങ്ങളുടെ ഈ ഇത് എല്ലാം ഓഡിറ്റിങ്ങും എല്ലാം കഴിഞ്ഞതാണ്? എല്ലാ ഓഡിറ്റും കഴിഞ്ഞ് 8/8 ഓക്കെയാണ്. 8/8 സ്കോർ വന്നിട്ടുണ്ട്. ഓക്കെയാണ്. ഓക്കെ, നമ്മൾക്ക് നിലവിൽ ക്രിപ്റ്റോയിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രശ്നം ടോക്കൺ റിനൗൺസ് ചെയ്യാത്തതാണ്. നമ്മൾ ഇന്നൊരു ടോക്കൺ ഇറങ്ങുന്നു, 1 ബില്യൺ എന്ന് പറയുന്നു. 6 മാസം കഴിഞ്ഞ് നമ്മളതിൽ മേ ബി ഇപ്പോൾ ഇങ്ങനെ നോക്കാം, 5 രൂപയിൽ നമ്മൾ ടോക്കൺ പർച്ചേസ് ചെയ്തു. 100 കോടി ടോക്കൺ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ 5 രൂപയിൽ പർച്ചേസ് ചെയ്തു. അത് നാളെ 500 കോടി ആയി കഴിഞ്ഞാൽ ആ ടോക്കൺ പ്രൈസ് 1 രൂപയായി. അതെ അതെ അതെ. ഇതിന് നമ്മൾ റിനൗൺസ് ചെയ്യാന്ന് പറയാം. ടോക്കൺ എണ്ണി തിട്ടപ്പെടുത്തുക, മിൻറ്റബിൾ എന്ന് പറയും ബിനാൻസിൽ. അങ്ങനെ വേർഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ ടോക്കൺ ഇങ്ങനെയാണ്. ഇത് നാളെ 100 കോടി 10 ലക്ഷം ആക്കാൻ കഴിയില്ല. ഇത് ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറയുന്നല്ല, ബിനാൻസിന്റെ ഓഡിറ്റ് കഴിഞ്ഞിട്ട് അവരുടെ വെബ്സൈറ്റിൽ അവർ പറയുന്ന കാര്യങ്ങളാണ്. 1 ബില്യൺ എന്നുള്ളത്. യെസ്. ഓക്കെ, ആ നാളെ ടോക്കൺ കൂടില്ല. ഇപ്പോഴത്തെ അതിന്റെ റേറ്റ് എന്താണ് വരുന്നത്? ഇപ്പോഴത്തെ റേറ്റ് 0.032 പ്രൈസിലാണ്. അതായത് ഇന്ത്യൻ റുപ്പീസിൽ ഏകദേശം 3 രൂപ. ഓക്കെ ഓക്കെ. പിന്നെ ഇതിൽ ലിസ്റ്റ് ചെയ്ത സമയത്ത് എത്രയായിരുന്നു? ഏകദേശം 2.8 സംതിങ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ കമ്മ്യൂണിറ്റി എങ്ങനെയുണ്ട് ഇപ്പോൾ? കമ്മ്യൂണിറ്റി നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഇവരെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, ഇതിപ്പോൾ ഞാനിവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇവരുടെ ട്വിറ്റർ, ദെൻ ഇൻസ്റ്റ, ഫേസ്ബുക്ക് ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്. നമുക്ക് ഈ ടോക്കൺ ഫ്രീ ആയിട്ട് ഏൺ ചെയ്യാം. നമുക്ക് ഈ ടോക്കൺ ബിനാൻസിൽ മേടിച്ച് വെക്കാം. അതുപോലെ തന്നെ നമുക്ക് പ്രീസെയിൽ മേടിച്ച് വെക്കാം. അനവധി ഓപ്ഷൻസ് ആണ് ഒരു ടോക്കണിൽ നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മൾ നിലവിൽ മാർക്കറ്റിൽ കണ്ടുവരുന്ന ഒരു പ്രവണത, ഒരു സ്ഥലത്ത് നിന്ന് ടോക്കൺ മേടിക്കുന്നു, ദിവസം പൈസ കിട്ടുന്നു. എക്സാക്ട്ലി ഇതല്ല ക്രിപ്റ്റോ ബിസിനസ് എന്ന് പറയുന്നത്. 100% ഉറപ്പിച്ച് പറയാണ്. ഡെയിലി 1%, 0.5%, 2% കിട്ടുന്ന രീതിയിലല്ല ക്രിപ്റ്റോ. പക്ഷെ നമ്മുടെ മാർക്കറ്റിൽ അങ്ങനെ ആയിപ്പോയി. അങ്ങനെ ആക്കി എടുത്തു എന്ന് പറയുന്നത്. അതെ അതെ അതെ. അപ്പം പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു 1 lakh ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഡെയിലി എത്ര കിട്ടും? എനിക്ക് അങ്ങനെ തന്നെ വിളിക്കുന്നു ഫോണിൽ പലരും. അപ്പോൾ പിന്നെ അത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റും നിങ്ങളുടെ പ്രൊജക്റ്റും തമ്മിൽ എന്ത് ഡിഫറൻസ് ആണുള്ളത്? ഞാൻ മനസ്സിലാക്കി ക്രിപ്റ്റോ എന്ന് പറയുന്നത്, ഒരു ക്രിപ്റ്റോന് വളരാനൊരു സമയം വേണം. ഇന്ന് മാർക്കറ്റിൽ സക്സസ് ആയിട്ടുള്ള നിങ്ങളൊരു 10 ടോക്കൺ എക്സാമ്പിൾ എടുത്തു കഴിയും, ഒരു 3 വർഷം എടുക്കാതെ ഒരു ക്രിപ്റ്റോന് ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. അത് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. നമ്മൾക്ക് സർവൈവ് ചെയ്യാനുള്ള ഇൻകം നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതല്ലാതെ ഒരു ക്രിപ്റ്റോ നമ്മൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എണീറ്റ് നടക്കാൻ 1 വർഷമെങ്കിലും എടുക്കും. ഒരു വാഴ വെച്ചാൽ കുറയ്ക്കാൻ 1 വർഷം എടുക്കും. അപ്പോൾ 1 വർഷമോ 2 വർഷം 3 വർഷമോ കാത്തിരിക്കാം എങ്കിലാണ് അതിൻ്റെ റിയൽ ആയിട്ടുള്ള
ഏണിങ്സ് നമുക്ക് കിട്ടും. ബെനിഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഓക്കെ 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 റൈറ്റ്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാവാൻ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക്. ഞാൻ പറഞ്ഞതുപോലെ ആസ് എ റിയൽ പ്രോജക്റ്റ് വരുമ്പോൾ അത് പല സെക്ഷനിലാണ് വരിക. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം കൃത്യമായിട്ട് വിവരിച്ചു തരും. ഓക്കെ, എങ്ങനെയാണ് അതിന്റെ ടോക്കൺ മാറ്റി വെച്ചിരിക്കുന്നതെന്ന്, കമ്മ്യൂണിറ്റി ക്രിയേഷൻ, ദെൻ അതിന്റെ ഓണേഴ്സ്, ദെൻ ഡെവലപ്മെന്റ് ടീംസ്, അങ്ങനെ ഒരുപാട് മേഖലയിലാണ് ഈ ടോക്കൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകേണ്ടത്. നാളെ എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യുമ്പോൾ എക്സ്ചേഞ്ചിന് കൊടുക്കേണ്ട ടോക്കൺസ്, ദെൻ സ്റ്റേക്കിങ്ങിന് വെക്കേണ്ട ടോക്കൺസ്, അങ്ങനെ ഒരുപാട് മേഖലക്ക് മാറ്റി വെക്കണം. ഓക്കെ, നമ്മൾക്ക് പ്രസന്റ്ലി ഈ ഒരു വെബ്സൈറ്റ് പഠിക്കുമ്പോൾ, വൈറ്റ് പേപ്പർ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് 30% ടോക്കൺ ആണ് നിലവിൽ കമ്മ്യൂണിറ്റി ക്രിയേഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. 30%. അതിൽ നിന്നും 50%, അതിന്റെ 50% 15 കോടി ടോക്കൺ, അതായത് 100 കോടി ടോക്കൺ ഉണ്ട്. അതിന്റെ 50% അല്ല 30% പറയുമ്പോൾ കമ്മ്യൂണിറ്റി നമുക്ക് 30 കോടി ടോക്കൺ വരും കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ 50% 15 കോടി ടോക്കൺ ആണ് ഇപ്പോൾ മൈനിങ് എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി ക്രിയേഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടെലഗ്രാം ത്രൂ കൊടുക്കുന്ന അതിൽ കൂടി മാറ്റി വെച്ചിരിക്കുന്നത്. മൈനിങ്ങിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആക്ച്വലി മൈനിങ് നമുക്ക് ഇന്ന് ഏതൊരു സാധാരണക്കാരനും സ്മാർട്ട് ഫോൺ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ആപ്പിൾ കയ്യിലുണ്ടാവും. ഏതൊരു ഫോണിലും വളരെ സിമ്പിളായിട്ട് 2, 3, 4 ക്ലിക്കുകൾ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് വെച്ചിരിക്കുന്നത്. ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, ഏത് സാധാരണക്കാരനും ചെയ്യാൻ പറ്റും. 8 മണിക്കൂർ ഇടവിട്ട് നമ്മൾ ഓരോ ടാപ്പ് ചെയ്യുമ്പോൾ 6 ടോക്കൺ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇതിന് നമുക്ക് എന്തെങ്കിലും ക്യാഷ് ചിലവുണ്ടോ ഈ മൈനിങ്? ഇല്ല, അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഓക്കെ, ഫ്രീ ആയിട്ട് നമുക്ക് മൈൻ ചെയ്ത് ഇതിന്റെ ടോക്കൺ എടുക്കാം. ഓക്കെ, അത് പിന്നെ നമുക്ക് എന്താണ് അതുകൊണ്ട് ആ ടോക്കൺ കൊണ്ട് എന്താണ് നമുക്ക് ബെനിഫിറ്റ് വരുന്നത്? ആ ടോക്കൺ നമുക്ക് ലിസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ വിൽക്കാം, നമുക്ക് അവരുടെ യൂട്ടിലിറ്റീസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. 100% പറ്റും. വലിയൊരു രീതിയിൽ ടോക്കൺ ഏൺ ചെയ്യാന്നുണ്ടെങ്കിൽ വലിയൊരു രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഇങ്ങനെ നോക്കാം, ബിനാൻസ് സ്പോട്ടിൽ ലിസ്റ്റ് ചെയ്ത ഒരു ടോക്കണും 20 ഇരട്ടിയോ 50 ഇരട്ടിയോ അടിക്കാതെ പോയിട്ടില്ല. ഓക്കെ ഓക്കെ, നമ്മൾ അത്രയൊന്നും പ്ലാൻ ചെയ്യണ്ട. നമ്മളിപ്പോൾ ഈ 3 രൂപ എന്ന് പറയുന്നത് ഒരു 20 രൂപ മതി. നമ്മൾക്ക് വർക്ക് ചെയ്തിട്ടോ ഒരു കോമ്പൻസേഷൻ പ്ലാനും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാം, പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം. 2 ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ പ്രോജക്റ്റിൽ കോൺഫിഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ $10,000 ഇൻവെസ്റ്റ് ചെയ്തിട്ട് മൈനിങ്ങിന്റെ സ്പീഡ് കൂട്ടാൻ നമുക്ക് സാധിക്കും. അതെങ്ങനെയാ? സോ നമ്മുടെ ആവശ്യമാണല്ലോ. നമ്മളെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ് മൈനിങ്. നമുക്ക് ഓരോ 8 മണിക്കൂർ കൂടുമ്പോഴും ഓരോ ടാപ്പ് ചെയ്തുകൊണ്ട് 6 ടോക്കൺ നമുക്ക് ഏൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ദിവസത്തിന് 3 ആയിട്ട് ഭാഗിച്ചിട്ട് 6 × 3 18 ടോക്കൺ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഓട്ടോമൈനർ ആക്കാൻ പറ്റും. ഒരു $25 ടോപ്പ് ടോപ്പപ്പ് നമ്മൾ ഈ 8 മണിക്കൂർ കൂടുമ്പോൾ ക്ലിക്ക് ചെയ്യേണ്ട. ഇന്നത്തെ മനുഷ്യന്റെ ജീവിത സാഹചര്യം വെച്ചിട്ട് എല്ലാവരും 8 മണിക്കൂർ ഫ്രീ ആയിക്കോളണമെന്നില്ല, ഓർത്തിരുന്നോളന്നില്ല. 2 3 ദിവസം ചെയ്യുമായിരിക്കും, അത് കഴിഞ്ഞ പിന്നെ വിട്ടുപോകും. ഓക്കെ, അങ്ങനെ വേണ്ടവർക്ക് $25 കൊടുത്തിട്ട് ഓട്ടോ മൈനിങ് ആക്ടിവേഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിവൈസ് ശ്രദ്ധിച്ചില്ലെങ്കിലും ഓട്ടോമാറ്റിക് അവിടെ മൈൻ ആയിക്കൊണ്ടേയിരിക്കും, നമുക്ക് കോയിൻ ഓട്ടോമാറ്റിക്കലി വന്നിരിക്കും. പ്ലസ് അഡീഷണൽ ബെനിഫിറ്റ്, നമ്മൾ മൈൻ ചെയ്യുന്ന ടോക്കണെ നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ കൂടെ പറ്റും. ഓക്കെ ഓക്കെ, മൈൻ ചെയ്യുന്ന ആലോചിക്കുക, നമുക്ക് ഓൾമോസ്റ്റ് ബിനാൻസ് ഡെക്സി ലിസ്റ്റഡ് ആണ്, നമുക്ക് പ്രീസെയിൽ മേടിക്കാൻ കിട്ടും. പൈസ കൊടുത്ത് മേടിച്ചുകൊണ്ട് സ്റ്റേക്കിംഗ് റിവാർഡ് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല, കൊടുക്കാൻ കഴിയില്ല മാർക്കറ്റിൽ. ഇത് ഫ്രീ കിട്ടുന്ന കോയിനാണ് നമുക്ക് സ്റ്റേക്ക് ചെയ്യാം. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ $25 കൊടുത്താൽ ഓട്ടോ ടോപ്പപ്പ് അല്ല ഓട്ടോ മൈനിങ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 24 മണിക്കൂർ ഓട്ടോമേഷൻ ആയിട്ട് മൈൻ നടന്നുകൊണ്ടിരിക്കും. ആ ടോക്കൺ നമുക്ക് സ്റ്റേക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ മൈനിങ്ങിന്റെ സ്പീഡ് കൂട്ടാന്നുള്ളതാണ്. ഓരോ $50 നമ്മൾ $25 കൊടുത്തപ്പോൾ ഓട്ടോ മൈൻ ആക്ടിവേഷനായി മൈൻ ആയിക്കൊണ്ടിരിക്കുന്നു. 18 ടോക്കൺ നമുക്ക് ലഭിക്കുന്നു. അഡീഷണൽ നമുക്ക് കൊടുക്കുന്ന ഓരോ $50 അഡീഷണൽ 18 ടോക്കൺ നമുക്ക് മൈൻ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും പെർ ഡേ. ഓക്കെ ഓക്കെ, പ്ലസ് മൈൻ ചെയ്ത് കിട്ടുന്ന ടോക്കൺ നമുക്ക് സ്റ്റേക്ക് ചെയ്യാനും സാധിക്കും. അവിടെ ഒരു കണ്ടീഷൻ വെച്ചിരിക്കുന്നത്, നമ്മൾ എത്ര എമൗണ്ടിനാണോ സ്പീഡ് കൂട്ടിയത് അതിന്റെ ഡബിൾ എമൗണ്ട്, $100 ആയിരിക്കും നമുക്ക് വിഡ്രോൾ എടുക്കാൻ സാധിക്കും. പ്ലസ് നമ്മൾ ആദ്യം കൊടുത്ത $25 2x $50. ഓക്കെ ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ മൈനിങ് നടന്നുകൊണ്ടിരിക്കും, നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ കഴിയില്ല. വിഡ്രോൾ എടുക്കുന്ന യൂസിറ്റ് അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഏകദേശം ആളുകൾക്ക് ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി ഏകദേശം ഐഡിയ കിട്ടി. ഇനി എനിക്കറിയേണ്ടത് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഈ കമ്പനിയെക്കുറിച്ച്, ഇതിൻ്റെ പ്രൊജക്റ്റിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ ആളുകൾക്ക് മനസ്സിലാക്കാമായിരുന്നു. പിന്നെ ഞാൻ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഈ അടുത്ത് വളരെ ഇപ്പോൾ ഈ പ്രൊജക്റ്റ് തുടങ്ങിയിട്ടിപ്പോൾ ആകെ ഒരു 2-3 ആഴ്ച ആയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, ഞാനൊരു 20 വർഷത്തോളമായിട്ട് ഫൈനാൻസ് മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ടെക്നോളജീനെ കുറിച്ചിട്ട് പഠിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. കാരണം എന്ത് തന്നെ ആയാലും ഫ്യൂച്ചറിൽ നമുക്കൊരു ടെക്നോളജീനെ
ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാനുള്ള നിവൃത്തിയില്ല. കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഫോൺ പേയും പിന്നെ ഗൂഗിൾ പേ അതുപോലുള്ള എല്ലാ സംഗതികളും സാധാരണക്കാരന് ഉപയോഗിക്കാൻ നിർബന്ധിതമായ അതേപോലെയാണ് നമ്മളൊരു ടെക്നോളജിയിലേക്ക് നമ്മളേക്ക് വരുന്നത്. ഇപ്പോൾ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചർ റെവല്യൂഷനാണ്. നമ്മൾ ഇന്റർനെറ്റ് വന്നപ്പോൾ ഉണ്ടായ റെവല്യൂഷൻ പോലെയാണ് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ സംഗതികളും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒരുപാട് നമ്മൾ പഠിക്കുമ്പോൾ മാർക്കറ്റിലുള്ള എല്ലാ പ്രൊജക്റ്റും ഈ പറയുന്ന പോലെ ROI പ്ലാനും ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഏറ്റവും നല്ലൊരു പ്രൊജക്റ്റ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ നമുക്കൊരു ഇന്നിട്ടിട്ട് നാളെ കിട്ടുന്ന ഒരു പ്രോഗ്രാം അതേപോലെ അവസാനിക്കുകയുള്ളൂ. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു പ്രൊജക്റ്റ് വിജയിക്കണമെങ്കിൽ നമുക്ക് പേഷ്യൻസ്, അതിനു വേണ്ടിയിട്ടുള്ള ആ പേഷ്യൻസ് നമുക്ക് ഉണ്ടായാൽ മാത്രമേ ലോങ് ടേമിലേക്ക് വിജയിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ നോക്കി ഇരിക്കുമ്പോഴാണ് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് കേൾക്കാനിടയായതും ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ സാധിച്ചത്. അപ്പോൾ LMX പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ ഒരു കമ്പനി, പിന്നെ UK ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി രൂപം കൊടുത്തു. അവരുടെ ഒരു സംരംഭമാണ് ഈ LMX ടോക്കൺ എന്ന് പറയുന്നത്. ഈ ടോക്കൺ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് സൊലാന എന്ന് പറഞ്ഞ ബ്ലോക്ക് ചെയിൻ അണ്ടറിലാണ് ഈ പാക്കേജ് ഇത് വന്നിരിക്കുന്നത്, ടോക്കൺ വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് സൊലാന തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ, സൊലാന എന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും സ്പീഡ് ഒരു പെർ സെക്കൻഡിൽ 65,000 ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റുന്ന ഇതും അതുപോലെ തന്നെ മറ്റുള്ള ഇതിനെക്കാട്ടി കോസ്റ്റ് കുറവുമാണ്. അപ്പോൾ ആ ഒരു പിന്നെ ബ്ലോക്ക് ചെയിനിലാണ് ഈ ടോക്കൺ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഇതിൻ്റെ വൈറ്റ് പേപ്പർ, ഇപ്പോൾ ഒരു ടോക്കൺ വരുമ്പോൾ പോകുന്ന അതിൻ്റെ വൈറ്റ് പേപ്പർ, അതിൻ്റെതായിട്ടുള്ള ഓരോ കസ്റ്റം എല്ലാ സംഗതികളും കമ്പനി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു സാധാരണക്കാരന് വളരെ ഈസി ആയിട്ട് എൻട്രി ചെയ്യാൻ പറ്റുന്ന ഒരു ടെലഗ്രാമിലൂടെയാണ് നമുക്ക് ഇതിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്ന സൗകര്യമുള്ളത്. വളരെ ഈസി ആയിട്ട് ഒരു മൊബൈൽ നമ്പർ വെച്ച് നമുക്ക് കയറാൻ വേണ്ടി പറ്റും. ഇതിൽ ടോപ്പപ്പ് ആണെങ്കിലും ഇതിൻ്റെ മൈനിങ് ആണെങ്കിലും വളരെ ഈസി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഏതൊരു ടോക്കണും എങ്ങനെയാണ് അതിൻ്റെ ബാക്ക് എൻഡ് പഠിക്കുക എന്നുള്ളത് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ. ഈ പറയുന്ന ബിനാൻസ് എന്ന പിന്നെ എക്സ്ചേഞ്ചിൽ നമുക്ക് ഏത് ടോക്കണെ കുറിച്ചിട്ടും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ടോക്കണിനെ നമുക്ക് ജസ്റ്റ് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ബിനാൻസ് ഈ ടോക്കണിനെ കുറിച്ചിട്ട് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, എങ്ങനെയാണ് ഈ ഇതിനെ അവർ ഓഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതൊരു കോയിനും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓഡിറ്റും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും പറയാം. അപ്പോൾ വളരെ വ്യക്തമായിട്ട് പിന്നെ 8ഓളം പോയിന്റുകളാണ് ബിനാൻസ് വെക്കുന്നത്. അതിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓഡിറ്റ്. ഇതെന്ന് വെച്ചാൽ ഇതുവരെ ഒരു സ്കാം പിന്നെ റിസൾട്ടും ഇതിന് ഫൗണ്ട് ചെയ്തിട്ടില്ല. അതുപോലെ ഇതുപോലെ ഈ ഇത്ര കോയിനുകൾ എന്ന് വെച്ചാൽ ഒരു 1 ബില്യൺ കോയിൻ അത് ഡബിൾ ആക്കാനോ ഈ പറഞ്ഞ പോലെ അതായത് ഇപ്പം കമ്പനി പറയുന്നത് 1 ബില്യൺ കോയിൻ ആണ്, അത് കൂട്ടാൻ കഴിയില്ല. അതുപോലെ ഒരാളുടെ കോയിൻ എടുത്തു കൊണ്ടുപോകാനോ അത് ഹാക്ക് ചെയ്യാനോ ഇങ്ങനെയുള്ള ഒരു സംഗതികളും ഇവിടെ നടക്കില്ല. അപ്പോൾ വരുന്ന കോയിൻ നാളെ വേറൊരു കോൺട്രാക്റ്റിലോട്ടേക്ക് മാറ്റുക, ഇങ്ങനത്തെ ഒരു സംഗതികളും ഇല്ല. കോൺട്രാക്ട് തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതെ, നമ്മുടെ സെയിം കോൺട്രാക്ട് തന്നെ ആയിരിക്കും. ഇതിൽ ഹാക്കിംഗ് ഇല്ല, വേറൊരു സ്കാം അലേർട്ടും ഇതില്ല. നമുക്ക് കിട്ടുന്ന കോയിൻ നമ്മളെ ദാറ്റ് മീൻസ് ടോക്കൺ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടാവും. നമുക്ക് എപ്പോഴാണോ കമ്പനി ലിസ്റ്റിങ്ങിലോട്ടേക്ക് വരുന്നത് ആ സമയത്ത് നമുക്ക് ഇത് ചെയ്യാം. അത് കമ്പനി വളരെ എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പം എല്ലാവരും കൂടി കൊണ്ട് ഒരുമിച്ച് ഇടുമ്പോൾ മാർക്കറ്റിന്റെ ഡൗൺ ആവും. അതുകൊണ്ട് വളരെ കാര്യക്ഷമമായിട്ട് കമ്പനി അതിന്റെ കസ്റ്റം സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ബിനാൻസിൽ നമുക്ക് വരുന്ന ടോക്കൺ കമ്പനിക്ക് ഒരു ഇൻവോൾവ്മെന്റ്സും അതുപോലെ നമ്മൾ ആ ടോക്കൺ എടുത്ത് മാറ്റുവാനോ കാര്യങ്ങളോ അതൊന്നും പറ്റില്ല. അപ്പോൾ ഓവറോൾ ആയിട്ട് ബിനാൻസ് എൻ്റെ 8 to 8 എന്ന് പറഞ്ഞാൽ 100% സെക്യൂർ ആയിട്ടുള്ള പിന്നെ ഒരു പ്രൊജക്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രൊജക്റ്റ് കിട്ടിയത് കൊണ്ടാണ് ഇതിലോട്ടേക്ക് എനിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നതും. കാരണം നമ്മൾ എത്രയും കൂടുതൽ ഈ ടോക്കൺ നമ്മൾ മൈൻ ചെയ്ത് വെക്കുന്നു, ഇത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് തന്നെ ആയാലും ഒരു 20 മുതൽ 50 മടങ്ങെങ്കിലും ചുരുങ്ങിയത് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആക്ച്വലി നമുക്കറിയാം പല ആളുകളും നമ്മൾ ഡിസ്കഷനിൽ തന്നെ വന്ന സംഗതിയാണ്, ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നാളെ മുതൽ റിട്ടേൺ പ്രതീക്ഷിക്കുന്ന ഒരാൾക്കല്ല ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
ഇത് പേഷ്യൻസ് ഉള്ള ഒരു ക്രിപ്റ്റോ പ്രൊജക്റ്റ് ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ 1-2 വർഷം വെയിറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റ് അല്ലേ, നല്ല പിന്നെ സ്ലോലി ഗ്രോ ആകുമ്പോൾ അതിൻ്റെ ആ ഡെപ്ത് കൂടും. നമ്മൾ പറഞ്ഞല്ലോ ഒരു കോമ്പൻസേഷൻ പ്ലാൻ ഇതിന്റെ കൂടെ ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞതുപോലെ $25 ടോപ്പ് അപ്പ് വരുന്നുണ്ട്, $50 നമുക്ക് എത്ര വേണം ടോപ്പ് അപ്പ് ചെയ്യാം. ഇവിടെ ഒന്നും കമ്പൽസറി അല്ല. ഇഫ് യു വാണ്ട് കമ്പൽസറി ആയിട്ടൊന്നും കമ്പനി പറയുന്നില്ല, പ്രോഗ്രാമാണ്. കമ്പനി എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഓരോ പ്രോജക്റ്റ് വരുമ്പോഴും യൂട്ടിലിറ്റി വരുമ്പോൾ ഉപയോഗിക്കാൻ ആളുകൾ വേണം. ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ബിനാൻസ് പറഞ്ഞ എക്സ്ചേഞ്ചിൽ ഒരു ടോക്കൺ സ്പോട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 കോടി രൂപ വേണം. 1.5 ലക്ഷം കമ്മ്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. റിയാലിറ്റി ഓരോ എക്സ്ചേഞ്ചിനും ഓരോ ഫിഗറാണ്. ഓരോ കമ്മ്യൂണിറ്റി നമ്മളിലേക്ക് എത്തുന്ന അനുസരിച്ചിട്ട് ലിസ്റ്റിങ്ങിനുള്ള എമൗണ്ടും അതിന്റെ ഞാൻ ഉദ്ദേശിക്കുന്ന സ്പോട്ട് ലിസ്റ്റിംഗ് ആണ്. ഇത് ഫാസ്റ്റ് ആയിട്ട് നടക്കും. കമ്പനിക്ക് ഒരു 10 എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യുന്നുള്ള കോസ്റ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആക്കാൻ വേണ്ടി സാധിക്കും കമ്മ്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ. സോ അതുകൊണ്ട് തന്നെ ഒരു കോമ്പൻസേഷൻ പ്ലാൻ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഓൾമോസ്റ്റ് 10 ലെവലുകളായിട്ട് USDT പ്ലാനിൽ 30% കോൺട്രിബ്യൂഷൻ കമ്പനി കൊടുക്കുന്നുണ്ട്. പ്ലസ് ടോക്കണിൽ 10 ലെവലിലായിട്ട് 50% ഡിസ്ട്രിബ്യൂഷൻ പോകുന്നുണ്ട്. വർക്ക് ചെയ്ത് ഒരു ടാർഗറ്റ് വെച്ചിട്ട്, അതായത് ഇപ്പോൾ ടോട്ടൽ നമ്മൾ പറഞ്ഞ പോലെ 15 കോടി ടോക്കൺ മൈനിങ്ങിലുണ്ട്. ഒരു ടാർഗറ്റ് വെക്കാം, 5% ടോക്കൺ ടാർഗറ്റ് വെച്ചിട്ട് 75 ലക്ഷം ടോക്കൺ ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കുന്നവന് അത്യാവശ്യം 1 കോടി രൂപയും കയ്യിൽ കിട്ടും, 75 ലക്ഷം ടോക്കണും കയ്യിൽ കിട്ടും. പക്ഷെ ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നതും ഈ 1 ലക്ഷം അല്ലെങ്കിൽ 1 കോടി രൂപയല്ല. എക്സാക്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ടോക്കണാണ്. പണിയെടുക്കുന്നവർക്ക് 1 കോടി 10 കോടി ഉണ്ടാക്കാം. അതായത് ഇപ്പോൾ ഈ ഒരു നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞ പോലെ ടെക്നോളജി യുഗത്തിൽ നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കടന്നു വരാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണിത് അല്ലേ? ട്രസ്റ്റ് ചെയ്ത് കടന്നു വരാൻ പറ്റും. ഓപ്പർച്യൂണിറ്റികൾ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഉണ്ട്. ട്രസ്റ്റ് ചെയ്ത് കടന്നു വരാൻ പറ്റും. അതായത് ഇവിടെ ഞാൻ ഇത്ര നേരം സംസാരിച്ചതിൽ അല്ലെങ്കിൽ ഇദ്ദേഹം സംസാരിച്ചതൊന്നും നമ്മളെ കയ്യിൽ നിന്നിട്ട് പറയുന്നല്ല. ഫിനാൻസ് പോലത്തെ നമ്പറുള്ള എക്സ്ചേഞ്ച് അവര് ഓഡിറ്റ് ചെയ്ത് ഓഡിറ്റുള്ള റിപ്പോർട്ടാണ് നമ്മൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും ആളുകൾക്ക് ട്രസ്റ്റ് ആയിട്ട് ഇതിലേക്ക് കടന്നു വരാം. സാമ്പത്തികമായി രക്ഷപ്പെടുവാനുള്ള പേഷ്യൻസ് ഉള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം, ഇന്ന് പല ആളുകളും പറയുന്ന സംഗതി ആ പ്രൊജക്റ്റിൽ ഇത്ര % കിട്ടുന്നുണ്ട്, ഇതിൽ ഇത്ര % കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അത്തരത്തിൽ വേണമെന്നുള്ള ആളുകൾക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഒരു പാക്കേജിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറെ കൂടി സ്പീഡാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും പിന്നെ കടന്നു വരുന്ന ആളുകൾക്ക്, ഈ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് പറയുവാനുള്ളത്, നമുക്കറിയാം ഒരുപാട് പ്രൊജക്റ്റുകൾ നമുക്ക് മുമ്പിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിന്നെ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കി തരുന്ന ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഇവരുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട്, ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ നമ്മുടെ ഈ ഡിസ്കഷനിൽ എല്ലാം അവർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. തീർച്ചയായിട്ടും വിളിക്കാം. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇവരുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ എല്ലാവരുടെയും കോൺടാക്ട് നമ്പറും ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ഇവരുമായി കോൺടാക്ട് ചെയ്തുകൊണ്ട് ഇനിയും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് കൂടി ക്ലിയർ ചെയ്യുക. കാരണം നമുക്കറിയാം, വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രൊജക്റ്റുകൾ വരുമ്പോൾ ഈ ഒരു പക്ഷേ എൻ്റെ ചാനലിൽ ഇതുപോലെ ഒരു പ്രൊജക്റ്റ് ആദ്യമായിട്ടായിരിക്കും. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന പ്രൊജക്റ്റ് ഇന്ന് വരെ കണ്ടേക്കുന്നത് മലയാളം യൂട്യൂബ് ചാനൽസിലാണ്. ഓൾമോസ്റ്റ് നമ്മൾ ഈ സംസാരിച്ച പ്രൊജക്ടിന്റെ ഫസ്റ്റ് വീഡിയോ റിലീസായി മിനിഞ്ഞാന്നായിരുന്നു. അത് വന്നിരിക്കുന്ന ഒരു അമേരിക്കൻ യൂട്യൂബറാണ് ചെയ്തിരിക്കുന്ന, US പേഴ്സൺ ആണ് പുള്ളി. അപ്പോൾ അവിടെ ഒക്കെ പ്രൊമോഷൻ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഞാൻ വിളിച്ചിട്ടേക്ക് അപ്പോയിന്റ്മെന്റ് തരണം ഞാൻ പറയുന്ന റീസൺ. എന്തായാലും മലയാളത്തിൽ നമ്മുടെ ചാനലിലാണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വരും കാലഘട്ടങ്ങളിൽ, ഉറപ്പാണ് വരും കാലഘട്ടങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. സോ ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്കും അതുവഴി രക്ഷപ്പെടുവാൻ കഴിയും. എന്തായാലും ഇത്തരത്തിലൊരു പ്രൊജക്റ്റ് നമ്മുടെ ചാനൽ വഴി ആളുകളിലേക്ക് എത്തിച്ചതിന് ഒരുപാട് താങ്ക്സ്. താങ്ക് യു.